ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചാളുകൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അത്തരം വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, കരിയർ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടിയാകാം, അതുപോലെ നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് സക്സസ് എന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക. എന്തെന്നാൽ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടൊരിക്കലും നിലനിൽക്കണമെന്നില്ല. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവുമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു മോശം സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് വിചാരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷകൾ, നിങ്ങളുടെ നല്ല പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഒരു വിജയം നിങ്ങളെ ഉറപ്പായും തേടിയെത്തുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ പരാജയങ്ങൾ വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ്. അതിനാൽ തളർന്നിരിക്കാതെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിവിടെ ഉറപ്പാണ്. നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതിന് ഇരട്ടി ഫലം കൊയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ട്രാൻസ്ഫർമേഷനും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു പരിവർത്തനം സംഭവിക്കുന്നു. തീർച്ചയായും നിങ്ങളിലൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്നതെല്ലാം വിട്ടുകളയാൻ നിങ്ങൾ ഒരുപാട് പേര് തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം ഒരു പരിവർത്തനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, സാമ്പത്തിക വിഷമങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി ജീവിതത്തിലേക്കൊരു വിജയം എത്താൻ സമയമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ട്രാവൽ വന്നിട്ടുണ്ട്. ഒരു യാത്രയാണ് കാണുന്നത്. അതായത് ജീവിതത്തിലൊരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്ന് പറയാം. മാത്രമല്ല ഒരു യാത്ര പോകാനുള്ള അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. എവിടേക്കെങ്കിലും യാത്ര പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നു എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ വിദേശയാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർ, വിദേശത്തേക്ക് പോകാൻ നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയോ മറ്റോ കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷം വന്നെത്തുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതായത് എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമോ, എനിക്കെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് വരില്ലേ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ, അങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകൾ
നിങ്ങൾക്കുണ്ടാവാം. അതായത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കെട്ടിയിട്ട ഒരു മാനസികാവസ്ഥ. ശരിക്കും മറ്റുള്ളവരെന്നെ ചതിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ പറ്റിച്ചു എന്ന തരത്തിൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നിങ്ങളിവിടെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി ഇവിടെ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല, നിങ്ങളത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ മുന്നിൽ എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാലും പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരം ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിരുന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ചില വിഷമത്തിൽ നിങ്ങൾ സ്വയം കുറേ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കതിൽ നിന്ന് പുറത്തു പോകാനും പറ്റില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാനും പറ്റുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലർക്ക് കാർമികമായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും, ഒരു മുൻജന്മ ബന്ധം പോലെ. ചിലർക്ക് അമിത സ്വാർത്ഥതയൊക്കെ നിറഞ്ഞൊരു പാർട്ട്ണറാവാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു കർമ്മഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഒരു കർമ്മത്തിൻ്റെ കണക്ക് തീർക്കാൻ മാത്രമായിരിക്കാം ആ വ്യക്തി നമ്മളിലേക്ക് വന്നത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മാക്സിമം അവരോട് ക്ഷമിക്കാൻ പഠിക്കുക. അവർ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ ഹീൽ ചെയ്യുക. കാരണം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളതിന് അനുവദിക്കാതിരിക്കുക. നമ്മളതിന് അനുവദിച്ചാൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മളെന്ന വ്യക്തി ഒരു ഇൻഡിപെൻഡൻറ്റ് സോളാണ്. നമ്മൾക്ക് നമ്മുടേതായ സോൾ പർപ്പസ് ഉണ്ട്. ചില ആൾക്കാർക്ക് പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ പലതവണ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യണമെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു ഹീലിംഗ് എനർജിയിലൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നത് വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായി തീരാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റാരും കൂടെ ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് സ്വയം മനസ്സിലാക്കുക. അത് മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ ഐഡിയാസൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഒരു ഹാപ്പി സർപ്രൈസ് വരാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കൊരു സർപ്രൈസ് നൽകാനുള്ള സാഹചര്യമാവാം. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് നികത്താൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചത് മൂലം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൊരു സാമ്പത്തിക നഷ്ടമാവാം. ജീവിതത്തിൽ ഒരു സന്തോഷവും സമൃദ്ധിയുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അതൊരു ജോലിക്കയറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് വരുമാനം വരാൻ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾ വളരെ പോസിറ്റീവായുള്ളൊരു എനർജിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തിൽ നിന്നാണോ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു വിജയം നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ പാസ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന വിഷമത്തിലിരിക്കുന്നവർ
ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു ആർജവം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പോയതെല്ലാം പൊയ്ക്കോട്ടെ, എനിക്കിനിയും അത് ഉണ്ടാക്കാൻ പറ്റും, അതായത് പഴയ സ്ഥലത്തേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി പുറത്തിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികപരമായി ഉയർന്നു വരാൻ ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമിച്ച ഒരു ആളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങളിലുണ്ട്. ഫലമില്ലാതെ കഷ്ടപ്പെടുന്നത് മിച്ചം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇതിലേതോ ഒരു കാര്യത്തിന് കൂടുതലായിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിനാണോ നിങ്ങൾ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തത്, ഏത് കാര്യത്തിനാണോ കൂടുതൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളത്, ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബിസിനസ്സിൽ ഒരു പുരോഗതി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടി അതിൽ കൂട്ടിച്ചേർത്താൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കുന്ന തരത്തിൽ അതിലെനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ് കുറച്ചുകൂടി നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു സമയം, നിങ്ങൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ളൊരു മനസ്സ് നമ്മളെപ്പോഴും പാകപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. ജയപരാജയങ്ങൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളെടുത്തിട്ടുള്ള എഫേർട്ടിന്, അതിപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ എന്താണോ എഫേർട്ട് എടുത്തിട്ടുള്ളത് അതിന് നല്ലൊരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലൊരു സക്സസ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.